98ാമത് അക്കാദമി അവാർഡ് നിശ ഹോളിവുഡിലെ ഡോൾബി തിയേറ്ററിൽ വർണ്ണാഭമായി അരങ്ങേറി. പോൾ തോംസൺ ആൻഡേഴ്സൺ സംവിധാനം ചെയ്ത വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രം മികച്ച ചിത്രം ഉൾപ്പെടെ 6 പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി അവാർഡ് നിശയിലെ താരമായി. റയൻ കൂഗ്ലർ സംവിധാനം ചെയ്ത സിന്നേഴ്സ് മികച്ച നടൻ, തിരക്കഥ ഉൾപ്പെടെ 4 പുരസ്കാരങ്ങളും നേടി. പ്രശസ്ത കൊമേഡിയൻ കോനൻ ബ്രയൻ തുടർച്ചയായ 2ാം തവണയും ചടങ്ങിന്റെ അവതാരകനായി എത്തി. ഇന്ത്യൻ നടി പ്രിയങ്ക ചോപ്രയും അവാർഡ് നിശയുടെ ഭാഗമായിരുന്നു. ഓസ്കാർ വേദിയിൽ തിളങ്ങിയത് പോൾ തോമസ് ആൻഡേഴ്സന്റെ വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ എന്ന ചിത്രമായിരുന്നു. മികച്ച ചിത്രം, മികച്ച സംവിധായകൻ, മികച്ച അവലംബിത തിരക്കഥ, മികച്ച സഹനടൻ, മികച്ച ഫിലിം എഡിറ്റിംഗ്, മികച്ച കാസ്റ്റിംഗ് എന്നിങ്ങനെ 6 വിഭാഗങ്ങളിലാണ് ചിത്രം അവാർഡുകൾ നേടിയത്. തോമസ് പിഞ്ചന്റെ വൈൻലാൻഡ് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ലിയനാർഡോ ഡികാപ്രിയോ നായകനായി എത്തിയ ഈ ചിത്രം രാഷ്ട്രീയവും കുടുംബ ബന്ധങ്ങളും ആക്ഷനും സമന്വയിപ്പിച്ച ഒരു മികച്ച അനുഭവമാണ്. ഒരു മുൻ വിപ്ലവകാരിയായ ബോബ് എന്ന കഥാപാത്രം തൻ്റെ മകളെ സംരക്ഷിക്കാനായി നടത്തുന്ന പോരാട്ടങ്ങളാണ് സിനിമയുടെ കഥ. വളരെ സെൻസിറ്റീവായ ഒരു കഥയെ കൈയടക്കത്തോടെ അവതരിപ്പിച്ച സംവിധാന മികവിനാണ് വിഖ്യാത സംവിധായകൻ പോൾ തോമസ് ആൻഡേഴ്സന് മികച്ച സംവിധായകനുള്ള അവാർഡ് നൽകിയത്. മികച്ച സഹനടനുള്ള അവാർഡ് നേടിയ സീൻ പെന്നിന്റെ ചിത്രത്തിലെ പ്രകടനവും എടുത്തു പറയേണ്ടതാണ്. ക്രൂരനായ സൈക്കോട്ടിക്കായ ഒരു ആർമി ജനറലിന്റെ കഥാപാത്രം അത്രത്തോളം മികച്ച രീതിയിലാണ് അദ്ദേഹം അവതരിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ സിനിമാ ഇൻഡസ്ട്രിയിലെ പുതിയ ടാലന്റുകളെ കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് ഓസ്കാർ ചരിത്രത്തിൽ ആദ്യമായി മികച്ച കാസ്റ്റിംഗിനുള്ള പുരസ്കാരവും ഈ സിനിമ നൽകി. കസാൻഡ്ര കുലൻസ്കിയാണ് അവാർഡിന് അർഹയായത്. പ്രവചനങ്ങൾക്കനുസരിച്ചായിരുന്നു മികച്ച നടനെയും നടിയെയും പ്രഖ്യാപിച്ചത്. സിന്നേഴ്സ് എന്ന ചിത്രത്തിലൂടെ മൈക്കിൾ ബി ജോർഡനും ഹാംലെറ്റ് എന്ന ചിത്രത്തിലൂടെ ജെസി ബക്ലിയുമാണ് മികച്ച നടനും നടിക്കുമുള്ള അവാർഡുകൾ നേടിയത്. സിന്നേഴ്സിൽ ഇരട്ട കഥാപാത്രങ്ങളാണ് മൈക്കിൾ ബി ജോർഡൻ അവതരിപ്പിച്ചത്. പ്രോസ്തറ്റിക് മേക്കപ്പിന്റെയോ വിഷ്വൽ എഫക്ട്സിന്റെയോ സഹായമില്ലാതെ വളരെ സർട്ടിലായി എന്നാൽ വ്യത്യസ്തരായ 2 പേരെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു മൈക്കിൾ ബി ജോർഡൻ ചിത്രത്തിലെ ഇരട്ട കഥാപാത്രങ്ങളെ ചെയ്തു വെച്ചത്. എന്നാൽ മാർട്ടിൻ സുപ്രീം എന്ന ചിത്രത്തിലെ ടിമോട്ടെ ഷാലമേറ്റ് ആയിരുന്നു കൂടുതൽ അർഹനെന്ന സംസാരവും ഇതിനോടനുബന്ധിച്ചുണ്ടായി. ഈ വർഷം ഇറങ്ങിയ മികച്ച പ്രകടനങ്ങളുള്ള ചിത്രമായിരുന്നു ഹാംലെറ്റ്. ചിത്രത്തിലെ ഗംഭീര പ്രകടനത്തിന് ജെസി ബക്കിയാണ് മികച്ച നടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത്. വൈകാരിക രംഗങ്ങളിലെ പകരം വെക്കാനില്ലാത്ത പ്രകടനം കൊണ്ട് ചിത്രം ഇറങ്ങിയ സമയത്ത് തന്നെ അവർ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ മികച്ച നടിക്കുള്ള ഓസ്കാർ സാധ്യതാ പട്ടികയിൽ മുൻപന്തിയിൽ തന്നെയായിരുന്നു അവർ. വെപ്പൺസ് എന്ന ഹൊറർ ചിത്രത്തിലൂടെ മുതിർന്ന നടി എമി മാഡിസൺ മികച്ച സഹനടിക്കുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം സ്വന്തമാക്കിയത് സിന്നേഴ്സ് മൂവിയാണ്. ഒരു വെസ്റ്റേൺ ഹൊറർ വാമ്പയർ കഥയെ പ്രേക്ഷകർക്ക് 2.5 മണിക്കൂർ നീളുന്ന ഒരു സീറ്റ് ഓഫ് ദ എഡ്ജ് അനുഭവമാക്കിയ തിരക്കഥാ മികവിനാണ് അക്കാദമി അവാർഡ് നൽകി ആദരിച്ചത്. ചിത്രത്തിലെ ഛായാഗ്രഹണത്തിന് ഓട്ടം ഡ്യൂറൾട്ട് അർക്കപ്പോ മികച്ച ഛായാഗ്രഹയായി തിരഞ്ഞെടുക്കപ്പെട്ടു. അക്കാദമിയുടെ ചരിത്രത്തിൽ ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടുന്ന ആദ്യ വനിതയും ആദ്യ കറുത്തവർഗക്കാരിയുമാണ് ഓട്ടം. ലുഡിങ് ഗോയോഡ്സൺ സിന്നേഴ്സിലൂടെ മികച്ച ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരവും സ്വന്തമാക്കി. മറ്റു പ്രധാനപ്പെട്ട പുരസ്കാരങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊറിയൻ സിനിമയായ K-pop ഡീമൺ ഹണ്ടേഴ്സ് മികച്ച ആനിമേറ്റഡ് ചിത്രത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി. മികച്ച ഒറിജിനൽ സോങ്ങിനുള്ള പുരസ്കാരവും ഈ ചിത്രത്തിനാണ്. നോർവേ സിനിമയായ സെന്റിമെന്റൽ വാല്യൂ ആണ് മികച്ച വിദേശ ഭാഷാ ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഫ്രാങ്കൻസ്റ്റൈൻ എന്ന ചിത്രം മികച്ച കോസ്റ്റ്യൂം മേക്കപ്പ്, പ്രൊഡക്ഷൻ ഡിസൈൻ വിഭാഗങ്ങളിൽ പുരസ്കാരം നേടി. അവതാർ ഫയർ ആൻഡ് ആഷ് എന്ന ചിത്രത്തിനാണ് മികച്ച വിഷ്വൽ എഫക്ട്സിനുള്ള പുരസ്കാരം ലഭിച്ചത്. F1 എന്ന ചിത്രത്തിലെ ശബ്ദ സന്നിവേശം ഒരുക്കിയ ടീം പുരസ്കാരം പങ്കിടുകയാണ് ഉണ്ടായത്. മിസ്റ്റർ നോബഡി എഗനസ്റ്റ് പുടിൻ മികച്ച ഡോക്യുമെന്ററി ഫീച്ചറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇത്രയുമാണ് ഓസ്കാർ വിശേഷങ്ങൾ.